ഹലോ ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് പാലത്തയ്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് പാലക്കയ്യം തട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടാണ് പോകാൻ പോണത്. ഞാൻ ഇതുവരെ ഒരു ഫോട്ടോ പോലും മര്യാദക്ക് കണ്ടിട്ടില്ല. സോ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളത് കാണാം. നല്ല അടിപൊളി സ്ഥലമാണെന്നൊക്കെയാണ് കേട്ടത്. കുറച്ചുകൂടെ നേരത്തെ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത്. ഓക്കെ, സോ കം ഫോളോ മീ. അയ്യോ ജമാനെ, അന്നിങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലേ? അല്ല ആ മല കാണുന്നില്ലല്ലോ. ആ മല ആടിയില്ലേ? നമുക്കിപ്പോ അങ്ങോട്ടേക്കാ പോണ്ടേ? അതിന്റെ മുകളില് ലെഫ്റ്റ്. ഇവിടെ അവിടെയാ പോണ്ടേ? അങ്ങനെ നമ്മുടെ വഴി തെറ്റി. വഴി തെറ്റിയതല്ല, ഈ റൂട്ട് വഴി മോശമാണെന്ന് പറഞ്ഞു. നമ്മള് ഇതിന് താഴെ കൂടെ വേറൊരു വഴിയുണ്ട്, ആ വഴി പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഈ വ്യൂ കാണുന്നത്. അപ്പോൾ ഈ വഴി നമുക്ക് പാലക്കയിലേക്ക് പോവാം, പക്ഷേ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. നമ്മുടെ ഈ കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജീപ്പ് എടുത്തിട്ടാണ്. ജീപ്പ് നമുക്ക് അതിൽ പോവാം. പാലക്കയം തട്ടിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ദ വ്യൂ ഇസ് സോ ഗുഡ്. നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ഒരുപാട്, നമ്മൾ പറയില്ലേ കണ്ണെത്താ ദൂരത്ത് എന്നൊക്കെ പറയണ പോലെ, അതുപോലെ നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫുള്ള് ഫോഗാണ്. നമുക്കൊരു ഗ്രീനായിട്ട് തോന്നുന്നില്ല, ഭയങ്കര ഒരു ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് ബ്ലൂ ആ ഒരു കളറിലാണ് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ താഴെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെയും കൂടെ പോകാനുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുവാണ്. ആൻഡ് ഇത് കണ്ടിട്ട് മതിയാവുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു മലയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രക്കിംഗ് ചൂസ് ചെയ്യരുത്, നടന്ന് തന്നെ കയറാൻ നോക്കാം. ഐ മീൻ ജീപ്പ് യൂസ് ചെയ്യരുത്. ജീപ്പ് യൂസ് ചെയ്യാണ്ട് നമ്മൾ നടന്ന് വലിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ടയേർഡായി കയറിയിട്ട് നമ്മൾ ഈ വ്യൂ കാണുന്നുണ്ടല്ലോ, ആ കിട്ടുന്ന വ്യൂ ഒന്നും ജീപ്പിലൊന്നും കിട്ടില്ല, സത്യം. നിന്നെ എടുക്കാണ്ടിരിക്കാനാ നീ അവിടെ പോയത്? മനസ്സിലായി. അപ്പൊ നമ്മള് ഇപ്പോ പറശ്ശിനിക്കടവ് അടുത്തുള്ള ഒരു ഷാപ്പിലാണ് വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ. ഓക്കെ,
അപ്പം എൻ്റെ ഷൂസ് ആണെങ്കിലും ഒന്ന് നനഞ്ഞു. ഞാൻ നൈസായിട്ടൊന്ന് വെള്ളച്ചാട്ടത്തിൽ വീഴാൻ പോയപ്പോൾ എൻ്റെ ഷൂസ് നനഞ്ഞു. അപ്പം നനഞ്ഞ ഷൂസാണ് ഞാൻ ഇടാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ഇത് 3ാമത്തെ ഷാപ്പിലാണ് നമ്മൾ പറഞ്ഞ ഫുഡ് കഴിക്കാനായിട്ട്. ഇത് 3ാമത്തെ ഷാപ്പ്. ഓക്കെ, ഞാൻ അകത്തോടെ നോക്കി, ഇരിക്കാൻ സ്പേസ് ഇല്ല. വേണമെങ്കിൽ ആരുടെങ്കിലും ഇടയിൽ കയറി ഇരിക്കാൻ പറ്റും ചോദിച്ചോക്കാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോംബോ കുറച്ച് പൂസായി, ആരോടും പറയണ്ട.